യുകെയിലെ ഒരു കള്ള് ഷാപ്പ്. കള്ള് ഷാപ്പ് യുകെയിൽ ഒരു വാർത്തയാണ്. കള്ള് ഷാപ്പാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചത് ബാറല്ല. ഈ കള്ളിനൊപ്പം നല്ല ഭക്ഷണവും കിട്ടും അങ്ങ് യുകെയിൽ. നോർത്ത് ആംപ്ടണിൽ നിന്ന് മേരി റോയ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് കേട്ടോ. റിപ്പോർട്ട് കൊണ്ടുവരാം. നമ്മൾ ഇന്നുള്ളത് യുകെ തരംഗമായി കൊണ്ടിരിക്കുന്ന നോർത്ത് ആംപ്ടണിലെ കള്ള് ഷാപ്പിലാണ്. ഇതാണ് മിസ്റ്റർ ജോൺ. ഈ സംരംഭത്തിന്റെ ഉടമസ്ഥനാണ്. യുകെയിൽ നിന്ന് ഒരുപാട് മലയാളി റെസ്റ്റോറന്റുകളുണ്ട്. അതിൽ നിന്നും ഈ ഒരു റെസ്റ്റോറന്റ് എങ്ങനെ വ്യത്യസ്തമായിരുന്നു? ഇത് പറയാനാണെങ്കിൽ വളരെ മുമ്പോട്ട് കൊണ്ടുപോകും. അതായത് ഞാനിവിടെ പഠിക്കാൻ വന്നത് 2002 ആ സമയത്ത് ശരിക്കും പറഞ്ഞ കേരള റെസ്റ്റോറൻറ്റ്സ് തന്നെ അധികം ഉണ്ടായിരുന്നു. ഉള്ളത് തന്നെ സെൻട്രൽ ലണ്ടനിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ നമുക്കൊരു ആഗ്രഹമായിരുന്നു ഒരു നാടൻ നോസ്റ്റാൾജിക് റെസ്റ്റോറന്റ് ഇവിടെ തുടങ്ങുന്നത്. പണ്ട് തൊട്ടേ നമുക്ക് കോളേജിൽ പഠിക്കുമ്പോഴും ചെറുതായിരുന്നപ്പോഴും ഉള്ള ഒരു ആഗ്രഹം കള്ള് ഷാപ്പിൽ പോയി വെള്ളം കുടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ കള്ളെങ്ങനെ എത്തിക്കണം, അങ്ങനെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതെല്ലാം ആലോചിച്ച് അതിന് ഒരു മാർഗം കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ കള്ള് ഷാപ്പ് വന്നത്. നമ്മളിപ്പോ ഒരു 3 പ്രൊഡക്റ്റാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. അതിലൊന്നാണ് ഇന്ത്യൻ സ്പൈസ് ടോൺ. ഇത് ആയുർവേദിക് സ്പൈസസ് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള മൊളാസസ് ബേസ്ഡ് ആയിട്ടുള്ള റമ്മാണ്. അതിൽ 40% ആണ് അതിന്റെ ആൽക്കഹോൾ സ്ട്രെങ്ത്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ നാടൻ നോസ്റ്റാൾജിയ, നമ്മുടെ വാറ്റ് ഇപ്പൊ പലർക്കും ട്രെൻഡിങ് ആണ്. ഇപ്പൊ കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാവർക്കും, പിന്നെ അതുകൂടെ യുകെയിലും വേറെ ബ്രാൻഡുകൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഐക്കോണിക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റിയത് ബിയറാണ്. ഈ ബിയറിന് പ്രത്യേകതയുണ്ട്. കാരണം ഇത് ഇന്ത്യ പെയിൽ എയിലാണ്. ഒരു നോർമൽ ബിയർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ട്രഡീഷണൽ മെത്തേഡിൽ ബ്രൂ ചെയ്തെടുത്തേക്കുന്ന ഒരു ബിയറാണ്. കള്ള് മാത്രമല്ല, വ്യത്യസ്തതരമായിട്ടുള്ള ഫുഡ് മെനു കൂടിയാണ്. ഇവിടെ എന്തെല്ലാം ഫുഡ് ആണ് കഴിക്കുന്നത്? ഇത് ഇൻസ്പയർഡ് ബൈ പഴയ കള്ള് ഷാപ്പിൽ നമ്മുടെ ഈ പണ്ട് കള്ള് ഷാപ്പിൽ പോകുമ്പോൾ കിട്ടാവുന്ന രീതിയിലുള്ള നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. തവളക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അവൈലബിൾ ആയിരുന്നു കേരളത്തില്. ഇപ്പൊ അതില്ല. ഇപ്പൊ കാരണം നാട്ടില് തവള ലീഗലല്ല, പക്ഷെ ഇവിടെയാണ്. ഇവിടെ നമ്മൾ തവള വിയറ്റ്നാമിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ മെയിൻ നമ്മുടെ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ തവളക്കാര് തന്നെയാണ്. പിന്നെ മെയിൻ തവ ഫ്രൈ ഉണ്ട്, ഫിഷ് പല ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഒരു ഫിഷ് താലി മീൽസ് തന്നെ ഉണ്ട്. അതില് ഇതുപോലെ കൗതുകമേറുന്ന മറ്റൊരു മോർണിംഗ് ഷോയിൽ കാണുന്നത് വരേക്കും ക്യാമറമാൻ സിനാനോടൊപ്പം ദിസ് ഇസ് മേരി റോയ് സൈനിങ് ഓഫ് ഫ്രം റിപ്പോർട്ടർ.